ഹായ് ഹലോ അങ്ങനെ നമ്മുടെ ഡെലിവറി ഡേറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ആവാനായിന്നല്ല, ആയി തന്നെ പറയാം. ഡിസംബർ 15-ാം തീയതിയാണ് എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താ പെട്ടിയും കിടക്കയും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അമ്മ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലാഗാവും, കാരണം ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ പെട്ടിയും സാധനങ്ങളെല്ലാം നമ്മൾ കാറിലേക്ക് കയറ്റി വെച്ച് ഞാൻ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണേ. ഞാനും മമ്മിയും കണ്ണനും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. അച്ഛമ്മോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നല്ല സന്തോഷമുണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതിലുപരി നല്ല ടെൻഷനുണ്ട്. കാരണം ഫസ്റ്റത്തെ ഡെലിവറി ആണല്ലോ, എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഞാനിത് കാറിലൊക്കെ കയറി നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഞാൻ അമല ഹോസ്പിറ്റലിൽ ഡോക്ടർ പെറ്റി തോമസിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഡോക്ടറാണ്. അപ്പം നമ്മൾ നേരെ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒ പിക്കാണ് പോണത് കേട്ടോ ഡോക്ടറെ കാണാൻ. എനിക്ക് പി വി ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും പി വി ചെയ്യുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പി വി ചെയ്യുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടത്. അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്ന് ഡോക്ടറെ ഒ പിയിൽ പോയി ഡോക്ടറെ കണ്ടു, പി വി ഒക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ആ ഒരു ടെൻഷൻ കൊണ്ടുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ച അത്ര പെയിനും കാര്യങ്ങളൊന്നും പി വി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ നമ്മളവിടെ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഉണ്ണിയുടെ ഗ്രാഫ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയുടെ ഗ്രാഫൊക്കെ എടുക്കാനായിട്ട് പോയി. പിന്നെ ട്യൂബ് ഒരു വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ട്യൂബ് ഇട്ടത്. എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ട്യൂബ് ഇടുമ്പോൾ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് എന്താ സംഭവം തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമ്മളോട് നാളെ മോർണിംഗ് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചെക്കപ്പിനായിട്ട് ലാബ് റൂമിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെയിനായിട്ടുള്ള മരുന്ന് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ ഗൈസ്.